നമ്മുടെ റോബ്ലോക്സിൻ്റെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളെപ്പോഴും റോബ്ലോക്സ് ആണ് കളിക്കുന്നത്, പക്ഷേ ഇന്ന് നമ്മൾ ഈ ഫുട്ബോളാണ് കളിക്കുന്നത്. ഗൈസ്, നമ്മുടെ ഈ അക്കൗണ്ടിൽ റോബ്ലോക്സ് മാത്രമല്ല ഈ ഫുട്ബോളും കളിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഫുട്ബോളിൻ്റെ തുടക്കം, ഈ ഫുട്ബോൾ 26 തുടക്കം ഇതാ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഈ ഫുട്ബോൾ 26 ഓക്കെ, അതിന് ഇൻട്രോ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്ലേ എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഗെയിം ഇവിടെ ലോഡായിട്ടുണ്ട്. എന്തോ ഒരു ബ്ലാക്ക് സ്ക്രീൻ. ഓക്കെ ഗൈസ്, ലോഡായിട്ടുണ്ട്, ഫുള്ളി ലോഡായി. ഓക്കെ ഗൈസ്, നമുക്ക് എന്തോ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. പുതിയ എന്താണ് പാക്സും ഇതെല്ലാം അപ്ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ട്. മീൻസ് പാക്ക് അപ്ഡേറ്റ്. ഓക്കെ ഗൈസ്, എന്തോ പ്രൂഫ് 26 എന്നോ അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ എന്തോ ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രിക്ക് യൂസ് ചെയ്യാൻ പോവാണ്. വെറുതെ ട്രിക്കാണ് ഗൈസ്. 4 വട്ടം നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് 5 വട്ടം നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ബാക്ക് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. വർക്കാവില്ല. കണ്ടോ ഗൈസ്, പറഞ്ഞില്ലേ, ഏതോ ഊള ലെഫ്റ്റൊക്കെ നമ്മുടെ ടീമിൽ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഒരു ഉപയോഗവും ഇല്ല. എന്നാലും വെച്ചേക്കാം. നമുക്ക് നേരെ മൈ ടീമിൽ പോയിട്ട് എൻ്റെ ടീം പ്ലാൻ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് എൻ്റെ ടീമിലിരിക്കുന്നത് ഇപ്പോഴത്തെ പ്ലേയേഴ്സ്. ലാമിനിയന്മാരുണ്ട്, ബാറ്റിസ്റ്റൂട്ട് ഉണ്ട്, റിയോസാണ്, ലെഫ്റ്റ് വിങ്ങർ റിയോസാണ്, നെയ്മർ, എൻസോ. ഡിഫൻഡിങ് മിഡ്ഫീൽഡറിൻ്റെ പേര് കൊവേച്ചിക്കാണ്. പിന്നെ കമാവിംഗ, ലിസാൻഡോ മാർട്ടിനസ്, ക്രിസ്ത്യൻ റൊമേറോ, ട്രെൻഡ് അലക്സാണ്ടർ, പിന്നെ നെയ്മർ. ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സ് ഇതേ അവിടെ ഇരിക്കുന്നുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ ഒരു ഫുട്ബോൾ ലീഗും കളിച്ചേക്കാം. ഗൈസ്, എൻ്റെ ഇപ്പോഴത്തെ ഡിവിഷൻ എന്ന് പറയുന്നത്, മീൻസ് റാങ്ക് എന്ന് പറയുന്നത് ഡിവിഷൻ 4 ആണ് ഗൈസ്. ഗൈസ്, ഇത് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇത്രയും കഷ്ടപ്പെടുന്നത് ഗൈസ് ഈ ഫുട്ബോളിന്. ഗൈസ്, നമുക്ക് ഡിവിഷൻ റാങ്ക് 1 എത്തിയാൽ നമുക്ക് എന്തായാലും 4 ആളുടെ മുമ്പിൽ പഠിച്ച് കാണിക്കാം ഗൈസ്. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഡിവിഷൻ 1 എൻ്റെ ഒരു എയിം പോയിരിക്കുന്നത് ഗൈസ്. അതിന് മാത്രമല്ല, നമുക്കൊരു പീസിന് കൂടെയാണ്. അപ്പോൾ ഡിവിഷൻ 1 അടിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ, ആ സമാധാനത്തിന് വേണ്ടി കൂടെയാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ കളിക്കാൻ മാഞ്ചസ്റ്റർ ടീമുമായിട്ട് ഏതോ ഒരുത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ ടീം എന്ന് പറയുന്ന മാഞ്ചസ്റ്ററാണ്, നമ്മളെ PSG ആണ്. എനിക്കാണെങ്കിൽ ബാർസലോണ കണ്ടുകൂടാ. ഞാനൊരു റിയൽ മാഡ്രിഡ് ഫാനാണ്. ബട്ട് ഗായ്സ്, റിയൽ മാഡ്രിഡിൻ്റെ ഒറിജിനൽ കിറ്റ് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്ന. ഈ ഫുട്ബോളും റിയൽ മാഡ്രിഡ് എന്തോ ലൈസൻസ് കുറവുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അതുകൊണ്ടായിരിക്കും കിറ്റിന് കുറച്ച് ഭയങ്കര പ്ലെയിൻ കിറ്റാണ് ഗൈസ് ഇവർ കൊടുക്കുന്നത്. പിന്നെ ഈ ഫുട്ബോളിന് ഈ ഫുട്ബോളിൽ റിയൽ മാഡ്രിഡിന് എന്തോ മാഞ്ചസ്റ്റർ എന്തോ അങ്ങനെ എങ്ങാണ്ട് പേരാണ് ഗൈസ്. ഒരു വല്ലാത്തൊരു പേരാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബി അങ്ങനെ എങ്ങാണ്ടാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ നേരെ PSG എടുത്തിരിക്കുന്നു ഗൈസ്. ഓക്കെ, ഇതെന്താണ് ഗൈസ് ഭയങ്കരമായിട്ട് ലോഡാവുന്ന. ഈ ലോഡിങ് ഒന്ന് നിന്ന് കൊള്ളാവുന്നുണ്ടായിരുന്നു. ലോഡിങ് ഒന്ന് നിൽക്കും മോനെ, ലോഡിങ് മോനെ ഒന്ന് നിൽക്കുമോ? ഇത് നിന്ന് കൊള്ളാമെന്നുണ്ട്. കളി തുടങ്ങാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. തുടങ്ങിയോ? തുടങ്ങി. പറഞ്ഞില്ലേ തുടങ്ങി ഗൈസ് കളി. ഓക്കെ, അമ്മമാർക്ക് വേണ്ടതൊക്കെ ഉണ്ട് ഗൈസ്. സെറ്റ് പ്ലേയേഴ്സാണ്. അമ്മമാർക്ക് അത്യാവശ്യം നല്ല പ്ലേയേഴ്സൊക്കെയാണ് ഗൈസ്. അമ്മമാർക്ക് മറ്റേത് മറിച്ചതൊക്കെയാണ്. നമുക്ക് കുറച്ച് കൂടെ പ്ലേയേഴ്സൊക്കെയാണ്. കൂടെ പ്ലേയേഴ്സ് എന്ന് പറയാൻ വരട്ടെ, നമ്മളെ ഡിഫൻസും അറ്റാക്കിങ്ങും വേറെ ലെവലാണ്. മിഡ്ഫീൽഡിങ്ങൊക്കെ ഒക്കെ വേറെ ലെവലാണ് ഗൈസ്. ഫസ്റ്റ് അവർ ടച്ചാണ്, അവർ കിക്ക് ഓഫാണ്. ഓക്കെ, നമ്മളിവിടെ കഠിനമായി പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഠിനമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഗോളാണോ? നൈസ് ക്യാച്ച്. നേരെ സെറ്റാണ്. നീ പണ്ടേ പൊളിയാണ്, നീ മുത്താണ്. ഓക്കെ, റേസേ ബോൾ വല്ലേ. നമുക്ക് ക്രിസ്ത്യൻ റൊമേറോന്ന് ഗോൾ കീപ്പറിന് പാസ് കൊടുക്കാം. ഓക്കെ, നേരെ ലെഫ്റ്റ് ബാക്കിനോട്ടെ നമ്മളെ കോവാച്ചിക്കിന് പോട്ടെ. അയ്യോ നെയ്മറെ പാസ് എടുത്ത് അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു നമുക്ക്. ഗോഡിയോന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. പാട് ഗൈസ്, ഇവന്താണ് കാന്തോ. എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പോലും പറ്റുന്നില്ല, പ്രസ്സിന് പോകാനേ പറ്റുന്നില്ല ഗൈസ്. ഇവ വിഷയടേ പതിച്ചൂടാ. നേരെ കിക്ക് ഓഫ് എടുത്ത് പാസ് ചെയ്തോ. നമുക്ക് ലെമിനിയന്മാരെ കൊടുക്കാം. ലെമിനിയന്മാരെ ഡ്രിബിൾ ചെയ്ത് പോ. അയ്യോ, ബോൾ പോയി ഗൈസ്. ബോൾ റോളായി പോയി. കള്ള ജൂഡ് ബെല്ലിംഗമേ നിനക്ക് വെച്ചിട്ടുണ്ടാ. ഓക്കെ ഗൈസ്, നിക്കോ വില്യംസ് ഭയങ്കര ഫിനിഷിംഗ് ആണ് ഗൈസ്. ഇപ്പോൾ തന്നെ ഒരു ഗോൾ പോയിട്ടുണ്ട്. നമുക്ക് 2 ഗോളിന് ഇവരെ പൊട്ടിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. നെയ്മർ ലമീൻ. അയ്യോ പോയി ഗൈസ്. വേണ്ടൊക്കെ അടിച്ചു കളഞ്ഞു. ഫ്ലോറിയൻ വിറ്റ്സിന് പാസ് കൊടുത്തിരിക്കുകയാണ്. ക്രിസ്ത്യനെ പൊളിയുടെ റൊമേറോ പൊളിയുടെ. നീ പണ്ടേ സീനാണ്, നീ മുത്താണ്.
ഇത് മറ്റേതാണ് മറിച്ചാണ്. നെയ്മറെ പാസ്പോർട്ട് നെയ്മറേ. അയ്യോ ബോൾ പോയേ അമ്മാരെ. അയ്യോ അമ്മാരെ നേരെ ലെഫ്റ്റ് ഇങ്ങനെ പാസ് എടുക്കും ഗൈസ്. അയ്യോ തോന്നി കീപ്പർ ഇറങ്ങി വാ നീ. കീപ്പർ സേവൊക്കെ പിടിച്ച്. അടുത്ത നമ്മളൊരു കോർണറാണ് കാണാൻ വേണ്ടി പോകുന്നത്. എതിരെ ഓപ്പോണിൻ്റെ ടീമിൽ കോൺട്ര എടുക്കാൻ വരുന്നത് ആരാണ്? അലക്സാണ്ടർ ആർണോൾഡ്. ട്രെൻഡ് കുട്ടൻ. ഓക്കെ ഗൈസ്, നമുക്ക് മാൻ ടു മാൻ വെക്കാം. ഓക്കെ, ട്രെൻഡ് അത്യാവശ്യം നല്ല ഫ്രീ ടേക്കറാണ്. അതൊന്ന് നൈസായിരുന്നു കേട്ടോ. പക്ഷെ എന്തോ ഒരു നിർഭാഗ്യവശാൽ അമ്മാരെന്ന് ബോൾ പോയി. മാർക്ക് റേസിനെ ഞാൻ വലിഞ്ഞു നിർത്താൻ പറഞ്ഞായിരുന്നു ഗൈസ്. അവൻ ആ പ്ലെയർ കാർഡ് വെച്ച് സാപ്പ് ചെയ്ത് മൂവ് ആക്കിയതായിരുന്നു ഗൈസ്. ആ വിങ് വലിഞ്ഞ് കളിക്കാനുള്ള ഒരു രീതി ഞാൻ ആക്കി കൊടുത്തായിരുന്നു ഇവന്. ഓക്കെ നെയ്മർ നമ്മളെ ബുദ്ധി എങ്ങനെയുണ്ട് ഗൈസ്. ബാറ്റിസ്റ്റൂട്ടവർ പാസ് ചെയ്യുന്ന ബാറ്റിസ്റ്റൂട്ടവർ ഗോളാക്കുമെന്ന് വിചാരിച്ച്. ബട്ട് ഗൈസ് ആ പാസ് രണ്ടുപേരും കൂടെ പാസ് ചെയ്ത് നെയ്മറിനെ കൊണ്ട് ഗോൾ അടിപ്പിച്ച്. നൈസായിരുന്നു, നൈസ് എഫോർട്ടായിരുന്നു. 28-ാം മിനിറ്റിൽ നെയ്മർ ഗോൾ അടിച്ചിരിക്കുന്നു. ബാറ്റിസ്റ്റൂട്ടയുടെ അസിസ്റ്റും. ഓക്കെ ഗൈസ്, രണ്ടുപേരും അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട്. അവന്മാർ പറത്തി അടിച്ച്. പക്ഷേ ക്ലിയറാണ്. ഞാൻ ത്രൂ ബോൾ ഇട്ട് കൊടുത്ത്. ശരിക്കും ഇവിടെ ക്ലിയറാണ് ചെയ്യേണ്ട. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ ത്രോ ഇൻ കിട്ടുന്നു. ത്രോ ഇൻ കമോൺ. കമാവിങ്ക അത്യാവശ്യം നല്ല ത്രോയറാണ്. ഓക്കെ, കമാവിങ്ക തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, കൊവാച്ചിക്കേ നെയ്മറെ ബ്ലിറ്റ്സ്. ഓ ഗായ്സ്, ബ്ലിറ്റ്സ്കളർ ഗോൾ ഗായ്സ്. ഇട്ടടാ നെയ്മർ ഇട്ടടാ. അതൊക്കെ അത്രേ ഉള്ളൂ. കൊവാച്ചിക്കിന് ഒരു അസിസ്റ്റും കൂടെ നെയ്മർ കിട്ടി. നെയ്മർ 2 ഗോള്, ഒരു ഗോളും കൂടെ അടിച്ച എന്തായാലും ഹാട്രിക് ഇടും നെയ്മർ. നമ്മൾ നേരെ വലിച്ച് റയൂസിനെ പാസ് കൊടുക്കാൻ നോക്കിയതായിരുന്നു. പക്ഷെ അത് അലക്സാണ്ടർ എടുത്തോണ്ട് പോയി. കുട്ടൻപിള്ള കമാവിങ്ക നൈസ് ത്രോയർ ഗൈസ്. അയ്യോ ഓവർ ഹൈ പോയി ഗൈസ്. അയ്യോ ഗൈസ്, ആ പാസ് ട്രിവേര പാസ് എന്ന് വിചാരിച്ച് ഞാൻ പാസ് കൊടുത്തായിരുന്നു. പാസ്സല്ല, ത്രൂ ബോളാണ്. ഞാൻ അത് ട്രിവേര ആക്കുമെന്ന് പറഞ്ഞ് കൊടുത്തായിരുന്നു. പക്ഷേ നെയ്മർ എന്തോ പിന്നെ ലോ ഡ്രൈവ് അങ്ങനെ അങ്ങോട്ടോ കാണിച്ച് ഗൈസ്. ലോ ഡ്രൈവ് പാസ്സൊക്കെ കൊടുക്കാൻ നോക്കി. കടലടിക്കുമോ? അയ്യോ, ബ്ലിറ്റ്സ്കള് പോയി ഗൈസ്. കയ്യിൽ നിന്ന് പോയി. അവൻ്റെ ഒടുക്കത്തെ ഡ്രിബിളേഷ് ബായ് അതൊക്കെ നിൽക്കട്ടെ. ഇനി ഡിഫൻഡർ ബായ് ആണ്. സ്മൂത്ത് ഡിഫൻസ് ഗൈസ്. നമുക്കിനി 3 മിനിറ്റ് കൂടെ ഉണ്ട്. ഒരു ഗോള് പോലും പോകാൻ സമ്മതിക്കില്ല. അത്രയ്ക്കും ടൈറ്റ് ഡിഫൻസാണ് നമ്മളിനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗായ്സ്. ഓക്കെ, ബാറ്റിസ്റ്റൂടെ കുട്ടൻ പിള്ള മോനെ, ക്യാരം പിള്ള മോനെ, എന്തുവാടാ കുട്ടൻ പിള്ളയുടെ മോനെ കാണിക്കുന്നത്. നമുക്ക് നേരെ മാറ്റി പോകാം. ഓക്കെ, കളിയെ വീട്ടിൽ പോലെയാണ്. നീ കളിച്ചാൽ നമ്മൾ കിക്ക് ഓഫ് ഗായ്സ്. നമ്മളെ കിക്ക് ഓഫ് ആയിട്ടുണ്ട്. നെയ്മറെ ലെഫ്റ്റ് വിങ് പാസ്വേഡ്. നമുക്ക് ട്രിവേര നോക്കിയാലോ? ട്രിവേര അയ്യോ നൈസ് കീപ്പർ കേട്ടോ. നല്ല പൊക്കം ഉണ്ട് അവന് കേട്ടാ. കൊബലെന്ന് തോന്നുന്നു. അത്യാവശ്യം പൊക്കമുണ്ട്. കൊബൽ അല്ലെങ്കിൽ നേരെ കണ്ടനായിരുന്നു പേര് കേട്ടോ. ഓക്കെ, കൊവാച്ചിക്ക് പാസ് ഇട്. ഓക്കെ, വീണ്ടും ഒരു ക്രോസ് വരട്ടെ. ആ കീപ്പറിൻ്റെ ഏതോ ഒരു ലക്കേ അവൻ്റെ ക്യാച്ച്. ഓക്കെ ഗൈസ്, നമുക്ക് ബ്ലിറ്റ്സ് അടിക്കാൻ പറ്റുമോ? അയ്യോ, ബ്ലിറ്റ്സൊന്നും അടിക്കാൻ പറ്റില്ല. ഇപ്പം എന്തിനുണ്ട് അടിക്കാനാണ് ഞാൻ ചിന്തിക്കുന്നത്. മോനെ കൊവാച്ചിക്ക് അവന്മാർ അറ്റാക്കിങ് ചെയ്യുക. ഇപ്പം അവന്മാർ പാസ് എടുക്കും തോന്നി. അപ്പോഴാണ് ഞാൻ ഡിഫൻഡറിനെ കീപ്പ് ചെയ്ത 11ൻ്റെ കൂടെ. അത് എംബാപ്പയാണ് ഇപ്പോൾ അടിക്കാൻ വന്നത്. എനിക്ക് കറക്റ്റ് ആരുടെ ഗൈസ്. നമുക്ക് വീണ്ടും ഒരു ക്രോസ് ചെയ്യാം. പക്ഷെ പാടാണ്. ഞാൻ അടുത്തൊന്ന് ക്രോസ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ പാടാണ് ഗൈസ്, കഷ്ടമാണ്. ഓക്കെ, 4 മിനിറ്റ്സ് ഇവിടെ കിടന്ന റൗണ്ട് ഡ്രിബിൾ ചെയ്യുകയാണ്. റേസ് കിട്ടുന്ന ചാൻസ് അല്ല. ഒന്ന് പാസ് കൊടുത്ത് അടിക്കാൻ നോക്കടാ. ഇപ്രാവശ്യം നെയ്മറിനായിരുന്നു അന്ന് പാസ്. ഓക്കെ, കുഴപ്പമില്ല, വിഷയമില്ല. നൈസ് ബ്ലോക്കായിരുന്നു ഗൈസ്. അതെന്തോ പറ്റി? ഫൗളാ? ഓഫ് സൈഡായിരിക്കും. തന്നെ ഓഫ് സൈഡ് തന്നെ. റീവ്സ് ഓഫ് സൈഡിന് കയറിപ്പോയടാ. ഓക്കെ, വിഷയമില്ല. നമുക്കിനി ഫുൾ അങ്ങ് ബ്ലോക്ക് ചെയ്താൽ മതി. യവന്മാരിനി എന്തോ കാണിക്കാൻ പോകുന്നറാ. ഉമ്മാരപ്പത്തോടെ എന്തോ കാണിക്കുന്നു ഗേൾസ്. ഉമ്മർക്ക് ബെലിങ്കുണ്ട് കേട്ടാ. ഉമ്മാർക്ക് 3111 എന്താണ് കളക്റ്റീവ് സ്ട്രെങ്ത് ആണ് ഗൈസ്. നമുക്ക് 3108 ഉള്ള ഗൈസ്. നമുക്ക് കുറവാണ് കേട്ടാ. കുഴപ്പമില്ല, വിഷയമില്ല.
നമുക്ക് 3 ലെവലിൻ്റെ കുറവും കൂടെ അല്ലേ ഉള്ളൂ, 3 റാങ്കിൻ്റെ. നമുക്ക് സബോസിലിനെ ഇറക്കാം. ഓക്കെ, സബോസ് റൈറ്റ് ബാക്കും സെൻട്രൽ മിഡ്ഫീൽഡറും കളിക്കുമല്ലോ, അപ്പോൾ വിഷയമില്ല. ഓക്കെ ഗൈസ്, നമുക്ക് നെയ്മറിനെ ഇറക്കണ്ട, കാരണം നെയ്മറിൻ്റെ സ്റ്റാമിന തീർന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വേറെ അറ്റാക്കിങ് മിഡ്ഫീൽഡറെ കളിക്കുന്നവന്മാർ കുറച്ച് ന്യൂബ്സാണ് ഗൈസ്, അത്യാവശ്യം നല്ലോണം കളിക്കാമെന്ന് പറഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ പിടിച്ചിരുത്തിയിട്ടില്ല. ന്യൂബ്സ് അല്ല ഗൈസ്, അവരെ റാങ്ക് കുറവാണ്, അതുകൊണ്ടാണ്. അവരെ ഹൈ ലെവൽ കാർഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് അവരെ വെച്ച് കളിപ്പിക്കാമായിരുന്നു. നമുക്കത് കിട്ടത്തുമില്ല. നമുക്കാണെങ്കിൽ അവരെ ലോ ലെവൽ കാർഡ്സൊക്കെയാണ് തരുന്നത് ഗൈസ്. മിക്ക പ്ലേസിനും ലോ ലെവൽ കാർഡ്സാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ആ കീപ്പറെ നിയറിനെ എടുത്തത് തന്നെ പിന്നെ എന്തായിരുന്നു പേരെന്തായിരുന്നു, നോമിനേറ്റിംഗ് കോൺട്രാക്ട് വെച്ചിട്ടായിരുന്നു. അവർ ഗോൾ അടിക്കാനുള്ള ചാൻസ് അടുത്ത് വരുന്നുണ്ട്. ഓ നൈസ് ബ്ലോക്ക്, എൻ്റെ ഞാൻ പേടിച്ചു ഗൈസ്. നൈസ് ബ്ലോക്ക് കേട്ടോ. കമ്മാവിങ്കയും സെൻറ്റർ ബാക്ക് ഫുള്ള് സപ്പോർട്ടാണ്, ഫുള്ള് നമ്മുടെ ടീമിനോട് സപ്പോർട്ടാണ്. നേരെ പാസ്, അടുത്ത ഗോൾ കയറിട്ട് നേരെ പാസ്. അയ്യോ അവിടുത്തെ ഗ്രാവിറ്റിയോട് കുറച്ച് വിഷയമാണ് കേട്ടോ. അവിടുത്തെ ഗ്രാവിറ്റിയോട് ഫുള്ള് കലിപ്പ് മൂടിയിട്ട് ഡിഫൻസ് ഫുള്ള് പ്രസ്സാണ് ഗൈസ്, പ്രഷറാണ് ഫുള്ള്. ഓക്കെ സബൂസിലെ ബോൾ കൺട്രോളാക്ക്. ഓക്കെ വില്യൻ ഓർബാനോ, അതൊക്കെ ആരാ. ഓക്കെ നെയ്മറെ എടുക്ക്. എടാ നെയ്മറെ കുട്ടാ, ഇനി സൂക്ഷിക്കണം കളിക്കാൻ, കാരണം ലാസ്റ്റ് മിനിറ്റ് നമ്മൾ എപ്പോൾ ആണെങ്കിൽ ഗോൾ അടിക്കും. ഓക്കെ സെറ്റാണ്. വിനീഷ്യസ് ഒരു പാസ് ചെയ്യാൻ പറ്റിക്കൊള്ള. ഓക്കെ എമാരാണ് വന്ന്, എമാന് കിട്ടിയില്ല. ഓക്കെ ഗൈസ്, ഉമ്മൊരു കിടിലം ക്ലിയർ അടിച്ചിട്ടുണ്ട്. നൈസ് ക്ലിയർ ആയിരുന്നു അത്, ബൈസൽ കിക്ക് ക്ലിയർ ആയിരുന്നു ഗൈസ്. പറ്റിച്ചിട്ട് ഗോൾ അടിക്കാൻ വന്നപ്പോൾ ആ സെക്കൻഡ് തന്നെ ഉമ്മരെ ഡിഫെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോൾ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിൽ നിന്ന് ബോൾ പോയി, നമുക്ക് റിട്ടേൺ പൊസിഷനാണ്. ഓക്കെ സബൂസിനെ വന്ന് എടുത്തിട്ടുണ്ട്. സബൂസിൽ അത്രയും ഡീപ്പ് റൺ ചെയ്ത് ബോൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ വിനീഷ്യസേ അവന് ആ ഒരു ബോൾ പെട്ടെന്ന് അങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്, കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റിയില്ല. ഓക്കെ സബൂസിനെ ഫുള്ള് വലിപ്പിലൊരു നൈസ് പ്രഷർ ഗൈസ്, നൈസ് പ്രഷർ. ഓക്കെ നെയ്മറേ, എങ്ങനെയാടാ ബോൾ പോയാ, എങ്ങനെ തൊട്ടടുത്തിരുന്നു, എങ്ങനെ ബോൾ പോയാ, ഹെഡാവോ? ആയില്ല വിഷയമില്ല. ഗൈസ് അവർ കളി തോറ്റി ഗൈസ്, അവർ കളി തോറ്റി ഗൈസ്. നമുക്കിനി പേടിക്കേണ്ട കാര്യമില്ല. പേടിക്കണോ? ഇല്ല ജയിച്ച് കളി ജയിച്ച് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നെയ്മർ 2 ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, സീ യു.